ഇവിടുത്തെ പട്ടിയാണെന്ന് തോന്നുന്നു. ലാബ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഒട്ടും വെള്ളമില്ല. ഞങ്ങൾ നടന്ന് അങ്ങോട്ടൊക്കെ പോയതാ. നിങ്ങളും അങ്ങോട്ടാണോ? വരാട്ട വീടാണോ പോകുന്നത്? അണക്കേടാണ് ഇത്ര നേരം വന്നിട്ട് വന്നില്ലെങ്കിൽ നിന്റെ ഫാൻസ് എന്ത് പറയും? എടാ ഇറങ്ങി, പയ്യെ ഇറങ്ങി, അല്ലെങ്കിൽ ഞാൻ ഇറക്കി തരാം. ഇനി മുകളിലോട്ട് പോവോ? ഓഫ് റോഡിന് മാത്രമേ ഇവിടെ കയറാൻ പറ്റുമെന്ന് ചെയ്ത് തെണ്ടിയാ പറഞ്ഞേ. റോഡിലോട്ടൊക്കെ നല്ല കോട കയറിയിട്ടുണ്ട് ഗൈസ്. ബാഗ് ഇട്ടിട്ട് ഇത് ഇരിക്കാനൊന്നും തോന്നുന്നില്ല. ഇത് കണ്ടോ, എത്തൂല. അതങ്ങനെയാണല്ലോ. നീയല്ലേ നിർത്തിയത് റെയിൻ കോട്ട് ഇടാന്നും പറഞ്ഞ്. അവനെ നോക്ക്. അങ്ങനെ റെയിൻ കോട്ട് ഇട്ടപ്പോൾ മഴയുമില്ല, ഒരു തേങ്ങയില്ല. പക്ഷെ നല്ല മഞ്ഞുണ്ട്. അടുത്ത് നിൽക്കുന്നവനെ പോലും കാണാത്തത്ര മഞ്ഞാണ് കേട്ടോ. ആംബുലൻസ് ഒന്നും വരുന്നതൊന്നും കണ്ടുകൂടാ. നല്ല കോടയാണ് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത തരം കോടമഞ്ഞാണ് കേട്ടോ. അത് നമുക്ക് ദൂരെ നിൽക്കുന്ന ആ ചേട്ടനെ പോലും അടുത്തോട്ട് എത്തുമ്പോഴാണ് കാണാൻ പറ്റുന്നത്. വൈസർ താത്തിയാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് വൈസർ പൊക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വോയിസ് എത്രമാത്രം ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. മഴ ചെറുതായിട്ടേ ഉള്ളൂ, പക്ഷെ കോട നന്നായിട്ട് കയറി കിടപ്പുണ്ട്. അതായത് നമ്മൾ കോട കാണാനല്ലേ വന്നേ. പെട്ടെന്ന് തെളിഞ്ഞു കണ്ടോ. പെട്ടെന്നാണ് കേട്ടോ ക്ലൈമറ്റൊക്കെ മാറുന്നേ. അതേ ഇഷ്ടം പോലെ പശുക്കൾ റോഡിലോട്ട് ചാടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കും. ഈ സമയത്ത് ചെറിയൊരു കട്ടനും ഒരു പ്ലേറ്റ് മാഗിയും അല്ലെങ്കിൽ ഒരു ബ്രെഡ് ഓംലെറ്റും കിട്ടണം. അതിങ്ങനെ ഈ തണുപ്പത്തിരുന്ന് ചൂടോടെ കഴിക്കണം. അപ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട് സാറേ. ഇറ്റ്സ് വെരി മച്ച് സാറ്റിസ്ഫൈങ്. കോടയൊക്കെ ഇറങ്ങിയത് ആ വെയിൽ പയ്യെ തെളിഞ്ഞു തുടങ്ങിയെന്ന് തോന്നണം കേട്ടോ. ആ ഭാഗത്തേ ഉണ്ടായിരുന്നുള്ളൂ കോട. ഇങ്ങോട്ടൊന്നും കോടയും കീടയൊന്നുമില്ല. മഴയിൽ നിന്നു ചേർന്നേ ഉള്ളൂ. ഇതൊക്കെ വലിച്ചു കയറ്റി എന്തിനാ പിന്നെ. ഇങ്ങോട്ട് കോടയും കാര്യങ്ങളൊന്നുമില്ല, തെളിഞ്ഞ കാലാവസ്ഥയാണ്. പക്ഷെ തണുപ്പ് നന്നായിട്ടുണ്ട്. നമ്മളിനി കറങ്ങി അതുവഴി എന്തോ ആണ് പോകുന്നതെന്ന് തോന്നുന്നു. ആ വഴി അങ്ങനെ കിടക്കുന്നുണ്ടോ മുകളിലോട്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വാഗമണ്ണ് വന്നപ്പം ചാർലി ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണാൻ പോയ റൂട്ടാണ് കേട്ടോ ഇപ്പോൾ ആ ഹിമാലയം തിരിഞ്ഞു പോയത്. ഇപ്പം അവിടെ നല്ല വെള്ളമൊക്കെ കാണുമായിരുന്നു. ഇനി നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ, ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം. ചാർലി ഇല്ലേ അവിടെ ഇപ്പോൾ വെള്ളം കാണും? ഓ അവിടെ വെള്ളമുണ്ട്. ഇവൻ കണ്ടിട്ടില്ലല്ലോ. നമ്മളും വെള്ളം കണ്ടിട്ടില്ലേ. നമ്മളൊന്ന് ഉണങ്ങി കിടക്കുകയായിരുന്നു. ദൂരോട്ട് നോക്കുക, ഒരു രക്ഷയില്ല കേട്ടോ. സോ ഗൈസ്, ഗ്ലെൻമേരി റോഡ് എന്നാണ് കേട്ടോ ഈ റോഡിൻ്റെ പേര്. നമ്മുടെ ഗ്ലെൻമേരി എസ്റ്റേറ്റ്, കൊടുവാക്കർണം എസ്റ്റേറ്റ്, അങ്ങനത്തെ കുറേ എസ്റ്റേറ്റുകളുള്ള ഒരു റൂട്ടും കൂടെയാണ് കേട്ടോ ഇത്. ഇതുവഴിയാണ് നമ്മുടെ ചാർലി ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് പോകുന്ന വഴി. ഞങ്ങൾ ഇതിന് മുമ്പ് വന്നപ്പോൾ ഇവിടെ ഫുള്ള് ഉണങ്ങി വരണ്ട് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ വെള്ളം. നമ്മൾ വരുന്ന വഴിക്കുള്ളൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. ആ പൂക്കളൊക്കെ കണ്ടോ അതിൻ്റെ ചുറ്റും നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ അത് കാണാനായിട്ട്. പോകുന്ന വഴി ഇഷ്ടം പോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ മുകളിലോട്ട് കയറും തോറും വീണ്ടും കോടമഞ്ഞ് മൂടുന്നുണ്ട്. മിക്കവാറും മുകളിലെത്തുമ്പോൾ നമ്മൾ കോടയിൽ കുളിക്കുമെന്ന് തോന്നുന്നു ഗൈസ്. മുകളിലോട്ട് എത്തിയപ്പോഴത്തേക്കും എന്താ തേയില കൃഷിയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നോക്ക്, വണ്ടി കയറ്റാൻ പറ്റൂ.
നമുക്കും കയറാം. ഇവിടുത്തെ പട്ടിയാണെന്തോ. ഐ ലാബ്. ഇത് ഇളന്ത് തേയിലയല്ല, പ്രായമുള്ള തേയിലയാണ്. അയ്യ എൻ്റെ കഴിച്ചു നെല്ല്. ആ വയൂര്. ഓ ആ കാണുന്നതാണ് കേട്ടോ മറൈൻ എഞ്ചിനീയറിംഗ് കോളേജ്. ഇവിടെ നൈസാണ് കേട്ടോ. ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് ഇഷ്ടം പോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പയ്യെ ഇനി ചാർലിയുടെ അങ്ങോട്ട് പോവാണ്. പക്ഷേ ആംബിയൻസ് ഉള്ളൊരു സ്ഥലമല്ലേ, ഒരു രക്ഷയില്ല. ഓ ആ പുൽമേടൊക്കെ നോക്കുക, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഏറ്റവും ടോപ്പിൽ വന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അന്ന് വന്നപ്പോൾ ഇത്രയും ഭംഗിയില്ലായിരുന്നു. ഏയ് പശു. നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ നടന്നത് ഇവിടെ എത്തി കേട്ടോ. അയ്യോ ആ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഇതുവഴി ഇറങ്ങി ഓടി നടന്നേ. ഇപ്പോൾ ഫുൾ വെള്ളം. ഗായ്സ് അന്ന് വിചാരിച്ചാണ് കേട്ടോ വെള്ളമുള്ള സമയത്ത് ഇവിടെ ഒന്ന് വരണമെന്ന്. അങ്ങനെ ആ ആഗ്രഹം സാധിക്കാൻ പറ്റി. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഒട്ടും വെള്ളമില്ല. ഞങ്ങൾ നടന്ന് അങ്ങോട്ടൊക്കെ പോയതാ. ഇപ്പോൾ ഇതാ വെള്ളം. കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ചാർലി സിനിമയിലുണ്ട് ഇത്. സമയം 1:30 കേട്ടോ. നമുക്ക് റൂമിലോട്ട് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് സമയമായി. 2 മണിക്കാണ്. അപ്പോൾ നേരെ നമുക്ക് റൂമിലോട്ട് പോവാം. ഇനി അങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുവന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അങ്ങോട്ട് വണ്ടിയും കാര്യങ്ങളൊന്നും കയറ്റി വിടത്തില്ല കേട്ടോ. ഇവിടെ ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്. വണ്ടിയോടെ വെച്ചിട്ട് നടന്ന് വേണം പോകാൻ. ഒരു 500 മീറ്ററേ ഉള്ളൂ നടക്കാനായിട്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. 2 ബെഡ് കാര്യങ്ങൾ. വാഷ്റൂം അവിടെ ആ വലിയ കുഴപ്പമില്ലാത്തൊരു വാഷ്റൂമും ഉണ്ട്. കൊള്ളാം. ഇനി അവന്മാരുടെ റൂം കാണിച്ചു തരാം. റൂം കാണിക്കാൻ വന്നേ. ഇവർക്ക് 2 ബെഡ് ഉണ്ട് കേട്ടോ. ഓ പണിയടക്കുന്ന ആ വാ. 20 minutes later. സോ ഗൈസ് ക്യാമറയുടെ ചാർജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ. അപ്പോൾ ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് അപ്പുറത്താണ് നമ്മുടെ ഹോട്ടൽ വരുന്നത്. ഇതാ വണ്ടിയൊക്കെ ഇട്ടേക്കുന്നുണ്ടോ. ആദ്യം ഇതിൻ്റെ മുകളിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. മുകളിലോട്ട് പോയി നോക്കാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടി തന്നെ തുറന്നു വരുന്നു. ഓ വാവ്, ഇതാണ് കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ. ഇത് വരുന്നത് ഏലപ്പാറയാണ് കേട്ടോ. ഇത് ഏലപ്പാറ ടൗണാണ് കേട്ടോ ആ കാണുന്നത്. അപ്പുറത്ത് ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാണുന്നത് ഡിപ്പോ എന്തോ ഉണ്ട്. ഇവിടെ പണി നടക്കുന്നുണ്ട്. ഫുൾ അലമ്പാണ് ഗൈസ്.
ഗൈസ് മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് മഴയത്ത് അങ്ങോട്ട് ഓടാം. വാ. അങ്ങനെ ഗൈസ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. നല്ല മഴയാണ് പുറത്ത്. നമുക്ക് നേരെ റൂമിലോട്ട് പോകാം. ആ കാണുന്നതാണ് നമ്മുടെ റൂം. 2000 years later. സോ ഗൈസ് കുറച്ച് നേരം റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങുകയാണ് കേട്ടോ, അടുത്ത സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. നമുക്കപ്പോൾ കൂടുതൽ സമയം കളയാതെ നേരെ വരാട്ടുമേട് പോകാം. കമോൺ. വരാട്ടുമേടിലേക്ക് ഇവിടുന്ന് 7 കിലോമീറ്ററാണ് കേട്ടോ കാണിക്കുന്നത്. ഇതാ ഈ വഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അതായത് നമ്മൾ ഈരാറ്റുപേട്ട, വാഗമൺ, പുള്ളിക്കാനം റൂട്ടില്ലേ, ഈ റൂട്ടിൽ കൂടെയാണ് നമ്മൾ വരാട്ടുമേടും പോകുന്നത്. അത്യാവശ്യം കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ കണ്ടത് കേട്ടോ. നമുക്ക് നോക്കാം നമ്മളെ കൊണ്ട് പറ്റുന്നതാണോ അല്ലയോ എന്ന്. തീരെ പറ്റത്തില്ലെങ്കിൽ നമുക്ക് വണ്ടി താഴേക്കാനും വെച്ചിട്ട് നടന്നു കയറാം. അതേ നടക്കൂ. സജിൻ്റെ വണ്ടി കയറും, എൻ്റെ ഇവൻ്റെയും വണ്ടിയുടെ കാര്യത്തിലേ ഡൗട്ടുള്ളൂ. ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് അങ്ങ് കയറി കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ഉറങ്ങിപ്പോയി. എന്തായാലും ഒരു 1.5 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങി. അപ്പോൾ ക്ഷീണമൊക്കെ അങ്ങ് മാറി കേട്ടോ. അതായത് ഒരു ചെറിയ വെള്ളച്ചാട്ടം, ക്ഷീണമൊക്കെ അങ്ങ് മാറി. ഇപ്പോൾ അത്യാവശ്യം ഉഷാറായി. അതവിടുത്തെ വ്യൂ പോയിൻ്റാണ് കേട്ടോ. നമ്മളതുവഴിയാണ് ഇറങ്ങി വന്നത്, ആ റോഡ്. വ്യൂ കണ്ടോ എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലല്ലേ ഇത് പനയാ. ഇളം പച്ച കളർ ഉണ്ടല്ലോ എൻ്റെ പൊന്നടാ. കണ്ണുകൾക്ക് ഇതിന് മാത്രം കുളിർമേകുന്നൊരു കളർ വേറെയില്ല. വാ നോക്ക്, ഒരു രക്ഷയില്ല കേട്ടോ. അന്യായ വ്യൂ. RTR കൊണ്ട് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയാനെ ഞാൻ. ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ കയറി പോകുന്നുണ്ട്. മറ്റേത് ഗിയർ ഡൗൺ ചെയ്ത് ഞാനൊരു വഴിയായേനെ. ഇവിടുന്ന് നമുക്കിനി എങ്ങോട്ടാണെന്ന് റൈറ്റാണ് ഗൈസ്. ഇവിടെ തൊട്ട് റോഡൊക്കെ ടാർ ചെയ്ത് വെച്ചേക്കാണെന്ന് തോന്നുന്നു കേട്ടോ. വലിയ കുഴപ്പമില്ല. വഴി തെറ്റി ഗൈസ്. നമുക്ക് മറ്റേ പഴയ വഴി തന്നെയായിരുന്നു. സർക്കസ് അത് കണ്ടോ, അതിൻ്റെ പുറത്ത് മറ്റേ എന്തോ ഒരു ടയർ കമത്തി വെച്ചേക്കുക. ഇവന് പിന്നെ ഇതൊന്നും വേണ്ട, റോഡ് വേണ്ടല്ലോ. ഗർത്തം. ഇതമ്മേ, തൂണിൻ്റെ പുറത്തെ ടയർ കമത്തി വെച്ചേക്കുക. അതെന്തിനാണെന്ന് അറിയത്തില്ല. എന്തായാലും കാണാൻ കൊള്ളാം. ജാക്കറ്റ് ഇവിടെ ഇട്ടില്ലായിരുന്നെങ്കിൽ തണുപ്പ് അടിച്ച് ഞാനവിടെ മരവിച്ച് കിടന്നേനെ. ജാക്കറ്റ് ഇട്ടുകൊണ്ട് വലിയ കുഴപ്പമില്ല, പക്ഷെ കൈ നല്ലതായിട്ട് അറിയുന്നുണ്ട്. ഗ്ലൗസ് ഇടാത്തത് മെയിനായിട്ട് മഴ പെയ്താൽ നമുക്ക് ഗ്ലൗസ് ഫുള്ള് നനഞ്ഞ വൃത്തികേടായിരിക്കും. അതുകൊണ്ടാണ്. ഇവിടെ തൊട്ടാണെന്ന് തോന്നുന്നു ഓഫ് റോഡൊക്കെ തുടങ്ങുന്നത്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയൊക്കെ ചുമ്മാ കയറി പോകും കേട്ടോ. അമ്മേ, ടയറിന് അത്യാവശ്യം ഗ്രിപ്പുള്ളതുകൊണ്ട് തെന്നിയൊന്നും പോകത്തില്ല. ലെഫ്റ്റ് അല്ലേ? ഇവിടുന്ന് ലെഫ്റ്റ് അല്ലേ? ആലിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എന്നാ പറഞ്ഞത്. നിങ്ങളും അങ്ങോട്ടാണോ? വരാട്ടുമേടാണോ പോകുന്നത്? അപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, പോയി നോക്കാം. വാ നമുക്ക് ഈ വഴി പോയി നോക്കാം. എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് ആണെന്ന്. അയ്യോ,
അത് അല്ലെങ്കിൽ ഇവന്മാർ എന്നെ പഞ്ഞിക്കിടും. ഇവിടെ ചോദിക്കാനും പറയാനും പിന്നെ മനുഷ്യ കുഞ്ഞുങ്ങളൊന്നുമില്ല കേട്ടോ. ദൂരെ എങ്ങാണ്ടൊരു വീട് കണ്ടു. ഇനി അവിടെ പോയി ചോദിച്ചാൽ അവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് പിന്നെ അങ്ങോട്ട് പോയില്ല. ഇതല്ല കേട്ടോ വഴി. എനിക്ക് നൈസായിട്ടൊന്ന് തെറ്റി. ഇപ്പോൾ നമ്മളാ കണ്ട ആലില്ലേ, ആലിൻ്റെ അവിടുന്ന് റൈറ്റിലോട്ടുള്ള വഴിയാണ്. ആ കോൺക്രീറ്റ് ചെയ്ത വഴിയുമല്ല, അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പോകണം. ഇതിലാണ് അവർ പോണേ. ആണ്, ആ ഭാഗത്താണ് വരാട്ടുമേട്. ഓക്കെ, അത് കുത്തിനെ ഇറക്കമില്ലേ? ആ ഓക്കെ ഓക്കെ. ആ നമുക്ക് ഇരുട്ടാവുന്നതിന് മുമ്പ് അവിടെ എത്താൻ നോക്കണം, അല്ലെങ്കിൽ പിന്നെ ഒരു തേങ്ങയും കാണാൻ പറ്റില്ല. ഇത് ആ ഭാഗത്തെങ്ങാണ്ടാണ് കേട്ടോ വരാട്ടുമേട് വരുന്നത്. ആ നമുക്കിപ്പോൾ ഒന്നും കണ്ടുകൂടാ, ഫുൾ കോട മൂടി കിടക്കുകയാണ്. റോഡ് അത്യാവശ്യമല്ല, ഫുൾ ഓഫ് റോഡാ. കാറൊക്കെ ഇങ്ങോട്ട് പോകുന്നത് ടാസ്ക്കാണ്. പ്രത്യേകിച്ച് സ്വിഫ്റ്റൊക്കെ അടി തട്ടാനുള്ള ചാൻസും കൂടുതലാണ്. മഴയില്ലാത്തതുകൊണ്ട് ഒട്ടും തെന്നിയല്ല കിടക്കുന്നത്, അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം ഗ്രിപ്പുണ്ട്. ഉഫ്, ആ വ്യൂ നോക്ക് ഗൈസ്, വാട്ട് എ വ്യൂ മാൻ. ഒരു രക്ഷയില്ല കേട്ടോ. എടാ നിനക്ക് ഇതിലിരിക്കാൻ എളുപ്പമായിരിക്കും. നാണക്കേടാണ് ഇത്ര നേരം വന്നില്ലെങ്കിൽ നിന്റെ ഫാൻസ് എന്ത് പറയും? ഫ്രണ്ടിൽ പോ. കുറച്ചൊക്കെ ലൈഫിൽ അഡ്വഞ്ചറൊക്കെ വേണ്ടേ, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? Come on Srihu, you can do it. പയ്യെ ഇറങ്ങിയാൽ മതി, ബാലൻസ് ചെയ്തിറങ്ങ്. ഇവിടെ ഉള്ളവരൊക്കെ സമ്മതിക്കണം, ഇതുവഴി ഓടിക്കുന്നവരൊക്കെ. ഇതുവഴിയല്ലേ പോയി വരുന്നേ. ലെഫ്റ്റാ, കയറിക്കോ. ഇനി അങ്ങോട്ട് എക്സ്ട്രീം ഓഫ് റോഡ് ആവാനേ ചാൻസ് ഉള്ളൂ. കയറ്റമാണ്. എടാ കയറ്റമാണ്, ഒറ്റയടിക്ക് കയറ്. നമ്മൾ അത്യാവശ്യം വണ്ടിയുമായിട്ട് ഇത് ബാലൻസ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് കയറിപ്പോവാം. വാ കയറിയോ. പിന്നല്ല, പോട്ട് കയറിപ്പോ, മോളെ നിന്നാ മതി പോ. ഒരുവിധം കയറി കേട്ടോ, ഇനി കുറച്ചുകൂടെ ഉള്ളൂ. ബൈ കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടുന്ന് താവട്ടാണോ? ബാക്ക് പിടിക്കല്ല, ഫ്രണ്ട് മാത്രമേ പിടിക്കാവൂ.
പോട്ട് പയ്യെ ഇറങ്ങിയാ മതി. എടാ പയ്യെ ഇറങ്ങിയാ മതി, ഇറങ്ങ്, പേടിക്കാതെ ഇറങ്ങ്. ഇല്ലെന്ന് നീ ബാക്ക് ബ്രേക്ക് പിടിക്കില്ല, ഫ്രണ്ട് ബ്രേക്ക് മാത്രം പയ്യെ പയ്യെ പിടിച്ചിറങ്ങിയാൽ മതി. പോ, ഞാൻ ഇറക്കി തരണോ? ചെല്ലേ, കുഴപ്പമില്ല, പോ. അവിടെ പറ്റൂടാ, ഇറങ്ങ്. എടാ ഇറങ്ങ്, പയ്യെ ഇറങ്ങ്, അല്ലെങ്കിൽ ഞാൻ ഇറക്കി തരാം. ഇറങ്ങി പറ്റും. ഓ കാലിട്ട് ഇതാക്കല്ലേ, പോ പോ. ബാക്ക് ബ്രേക്ക് പയ്യെ കൊടുക്ക്, പോട്ട്. ഓണാക്ക്, വണ്ടി ഓണാക്ക്, പയ്യെ ഇറങ്ങ്. ചെറിയൊരു ഇറക്കല്ലേ ഇത്, ഇറങ്ങ്. ഇറങ്ങ്. നീ ഗിയർ ഇട്, വണ്ടി ഗിയറില്ലാക്ക്, സ്റ്റാൻഡ് ഇട്. നീ ഇറങ്ങ്, ഇറങ്ങിക്കോ, പയ്യെ ഇറങ്ങിക്കോ. നീ ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ആ പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ഇറക്കിയാണ്, പക്ഷേ ഇത് ഫുള്ള് കറക്കുക. ഈ വണ്ടി രണ്ട് വണ്ടി പറ്റില്ല. വലിയ സീനില്ല, കുറച്ച് ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങാവുന്നേ ഉള്ളൂ കേട്ടോ. നമുക്കിവിടെ വണ്ടി വെച്ചിട്ട് നമ്മുടെ വണ്ടി പോയി എടുത്തിട്ട് വരാം. ഇനി മുകളിലോട്ട് ഓട്ടം. കമാൺ, ഈസി ഈസി ഈസി. ഫ്രൈനാൻ്റെയൊക്കെ ചുമ്മാ പൊട്ടു. വാ 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 വാ. ഗൈസ്, അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി കേട്ടോ. വാ 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 വാ. കുഴിക്കകത്ത് ഇറങ്ങി അങ്ങ് പോവാം, അതാകുമ്പോൾ ഗ്രിപ്പ് കിട്ടും. ഞാൻ കേട്ടോ, എങ്കിതാ Kain
ഇതല്ല ഇനിയുണ്ട് മുകളിലോട്ട്. വാ. ആ ട്രാക്കിൽ കൂടെ പോ. കോടയൊക്കെ മൂടി തുടങ്ങി കേട്ടോ. നമ്മളിപ്പോൾ പാറപ്പുറത്തൂടെയാണ് പോകുന്നത്. ഇനിയും കയറൂ. ഇനിയും കയറും. ബ്രോ ഇനി മുകളിലോട്ട് പോവോ? പോവല്ലേ? ഇനിയും വണ്ടി പോവും, പക്ഷേ അവന്മാർ കയറിയിട്ട് അയ്യോ കാല് ബസ്സിൽ പിടിക്കുന്നു. ഓ അത് തെന്നി പോകണ്ട, അത് മതിയായിരുന്നു. പക്ഷേ ചക്കായി ഈ ചാവാൻ പോകുമ്പോൾ ആര് വിളിക്കണം? ഓക്കെ എടാ വണ്ടി ലോക്കി വെച്ചിട്ട് മുകളോട്ട് കയറിയോ? ഞാൻ കയറി ഇങ്ങ്. ആ അത്രേ ഉള്ളൂ. ആ നമ്മളെ കൊണ്ട് പറ്റില്ലെന്ന് ആരും പറയരുത്. ഓഫ് റോഡിന് മാത്രമേ ഇവിടെ കയറാൻ പറ്റുള്ളൂ. ഏത് തെണ്ടിയാ പറഞ്ഞേ? നമ്മളെത്തി ഗൈസ്, നമ്മളെത്തി. പക്ഷേ ഇത് മാറിയാലേ കാണാൻ പറ്റും. ഓ അധികം വണ്ടിയൊന്നും ഇങ്ങോട്ട് കയറാത്തത് നന്നായി കേട്ടോ. കയറൂല ഗൈസ്, നമ്മൾ ഇത്രയും കഷ്ടപ്പാട് സഹിച്ചതാ എത്തി. ഇനി നമുക്ക് ഈ കോടയും കൂടെ മാറിയ വെള്ളച്ചാട്ടം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. ഒട്ടുമിക്ക വണ്ടികളും ഇതിൻ്റെ താഴെയാണ് വന്നിരിക്കുന്നത്. കയറി വന്നപ്പോൾ എളുപ്പമുണ്ട്. ഇനി ഇറങ്ങിപ്പോകുമ്പോഴാണ് മേടിക്കാനുള്ളത് അല്ലേ? ആര് പറഞ്ഞാലും അഡ്വഞ്ചർ ബൈക്കിന് മാത്രമേ ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. ഗൈസ് കോട മാറി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. നമുക്ക് വലുതായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിന്ന് കയറി വരുന്നുണ്ട് ആ ഭാഗത്തുനിന്ന്. കയറി വരുമ്പോൾ വ്യൂ ഉണ്ടോ ഗൈസ്? ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. നോക്ക്, നമുക്ക് അവിടുന്ന് ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ അവിടുത്തെ റോഡൊക്കെ കാണാനായിട്ട് വരുന്നുണ്ട്. വണ്ടി ഇങ്ങനെ വളഞ്ഞു പോകുന്നത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ ഗൈസ്, ഒരു രക്ഷയില്ല. നിങ്ങളെ കൊണ്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ വരണം കേട്ടോ.
അതാണ് കേട്ടോ വെള്ളച്ചാട്ടം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആ ഇത്രയും കഷ്ടപ്പെട്ട് വന്നാലും വ്യൂ പൊളിയല്ലേ? ക്യാമറയിൽ എത്രമാത്രം നമുക്ക് കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ ഇത് നേരിട്ടൊന്ന് കാണണം. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ആ കോട അങ്ങ് ഫുള്ള് മാറിയിരുന്നെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാം. മാറത്തില്ല, കണ്ട അവിടെ നിന്ന് കയറി വരും. ഒരു മഴ വന്നിട്ട് അതേപടി പോയേ ഉള്ളൂ. അവിടെ കുറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഇപ്പം ഫുള്ളായിട്ട് കോട മൂടി. എന്തായാലും വന്നല്ലേ, മുകളിലും കൂടെ കയറി കണ്ടിട്ട് പോ. അവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. വാ പോയി നോക്കിയിട്ട് വരാം. ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട എക്സ്പ്രസ് ഇല്ലേ, അതാണ് ആയിരിക്കുന്നത്. പുള്ളിക്കാരൻ ടെൻറ്റിനകത്തായിരിക്കും മിക്കവാറും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നല്ല ക്ലിയർ വ്യൂ കിട്ടുന്നുണ്ട്. കുറച്ചെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാനും വണ്ടിയും ഇവിടം വരെ എത്തി. ആ വ്യൂ കണ്ടു. ഇപ്പോൾ കുടയും കാര്യങ്ങളൊന്നുമില്ല. അതിന് നമുക്ക് പയ്യെ താഴോട്ട് ഇറങ്ങാം. ബാക്ക് ബ്രേക്ക് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക, ഫ്രണ്ട് ബ്രേക്കിൽ റിലേ ചെയ്യുക. അതാണ് താഴെ എത്താൻ അത്യുത്തമം. വണ്ടി സ്കിഡായി അങ്ങ് പോവാണ് കേട്ടോ. ഇങ്ങോട്ട് നല്ല സൂപ്പറായിട്ട് കയറി വന്നു. ഇങ്ങോട്ട് ഇനി നമ്മൾ കുറച്ച് പാടുപെടും. ഗൈസ്, അപ്പോൾ ഇരുട്ട് വീണു കേട്ടോ. അപ്പോൾ നമ്മൾ പയ്യെ താഴോട്ട് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ കയറി വന്നതൊക്കെ പയ്യെ ഇറങ്ങണം. എടേ, നമുക്ക് ഒരു ദിവസം ടെൻ്റ് അടിച്ച് താമസിക്കണ്ടേ ഇവിടെ അടുത്ത പ്രാവശ്യമായിട്ട്? ഗൈസ്, എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്ഥലം. നമുക്കൊന്നുകൂടി വരണം. അതും ജിക്സുമോനെ കൊണ്ടേ വരാൻ പറ്റും. RTRലൊന്നും നമുക്ക് ഇങ്ങോട്ട് ചിന്തിക്കാൻ പോലും വയ്യ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. രാത്രി ആയപ്പോഴത്തേക്കും കോടയൊക്കെ അങ്ങ് മാറി. ആ ഭാഗത്ത് ഇടിമിന്നലൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും സിറ്റി കാണാനായിട്ടൊരു ഭംഗിയുണ്ട്. ഇതിന് പിന്നെ ABSും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ചെറിയൊരു ടെൻഷനുണ്ട്. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നമുക്ക് രണ്ട് കാലം ബാലൻസ് ചെയ്ത് ഇറക്കാം. അല്ലെങ്കിൽ എങ്ങാനും സ്ലിപ്പായി പോയാലേ പിടിച്ചു നിർത്താൻ അതായിരിക്കും കുറച്ച് എളുപ്പം. നമുക്ക് പാറ നോക്കി ഇറക്കാം. അതാകുമ്പോൾ വലിയ സീനില്ലാതെ അങ്ങ് ഇറങ്ങിപ്പോവും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വണ്ടി കയറ്റാൻ മടിയുള്ളവർക്ക് നടന്ന് കയറാനുള്ള ഓപ്ഷനുണ്ട് കേട്ടോ. കുറച്ച് നടന്നാൽ മതി. പക്ഷേ ഇവിടെ വരുന്നത് എന്തുകൊണ്ടും പുറത്തായിരിക്കും. അവിടെ ഇപ്പോൾ ആ ടെൻ്റ് അടിച്ച് നിൽക്കുന്നവൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഇറങ്ങി. കുത്തനെയുള്ള കയറ്റം ഇറക്കമായതുകൊണ്ടാണ് ചിലവർക്ക് അത് ബുദ്ധിമുട്ടായി വരുന്നത് കേട്ടോ. കൺട്രോൾ ചെയ്ത് ഇറക്കാൻ പറ്റിയാൽ സ്മൂത്തായിട്ട് അങ്ങ് പോവും.
ഞാൻ കയറത്തില്ല. ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ കയറണേ കേട്ടോ, നിർത്തല്. ആ കയറി കയറി കയറി. ഇനി നമുക്ക് കയറാം. ഫസ്റ്റ് ഗിയറിൽ തന്നെ അങ്ങ് കയറാൻ പറ്റുമെന്ന് നോക്കാം. കയറുന്നത് വലിയ വിഷയമുള്ള കാര്യമല്ല കേട്ടോ, ഇറങ്ങുന്നത് മാത്രമായിരുന്നു ഇവിടെ വിഷയം. നൈസായിട്ട് എത്തി. ധനുഷ്കോടി പോയി ഉള്ള ആ പ്രശ്നങ്ങളെല്ലാം ഈ ഒരു ട്രിപ്പോടെ എനിക്ക് മാറി കേട്ടോ. ഭയങ്കര വർത്തായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓഫ് റോഡ് ആണെങ്കിലും ആ വ്യൂ, അവിടുത്തെ വ്യൂ ആണെങ്കിലും ഒരു രക്ഷയില്ലാത്ത സ്ഥലമായിരുന്നു കേട്ടോ. നമുക്ക് പറ്റിയാൽ ഇനിയും വരണം. അന്ന് നമുക്ക് ടെൻ്റ് അടിച്ച് താമസിക്കുന്ന രീതിക്ക് വേണം വരാനായിട്ട്. ഈ വഴിയിൽ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് നമ്മുടെ ഹെഡ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ വേണം പോകാനായിട്ട്. ഫോഗ് ലൈറ്റ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. പിന്നെ രാത്രി ആയാൽ ഇങ്ങോട്ട് കയറാതിരിക്കുന്നതാണ് നല്ലത് ഒറ്റയ്ക്കാണെങ്കിൽ. അല്ലെങ്കിൽ അവിടെ സ്റ്റേ അടിക്കുക, അല്ലെങ്കിൽ അധികം ഇരുട്ടാകുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകുക ആൾക്കാരുള്ള സമയത്ത്. ഇപ്പോൾ നമ്മുടെ ബാക്കിൽ അവിടെ നിന്ന പയ്യന്മാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അവന്മാരും കൂടെ ഉള്ള അവിടെ, വേറെ ആരുമില്ല. സ്കിട്ടാവുന്നുണ്ട്, ഇവിടെയൊക്കെ തെന്നി കിടക്കുകയാണ് കേട്ടോ. ഇനി വലിയ സീനില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു ഏരിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മുകളിലോട്ടും ആ ഒരു ഏരിയ മാത്രമായിരുന്നു കുറച്ച് സീനായിട്ടുള്ളത്. മൊട്ടയായ ടയറും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് കൊക്കയെന്ന് വടിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് അത്യാവശ്യം ത്രെഡുള്ള ടയർ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഏതൊരു വണ്ടിയാണെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാവുള്ളൂ കേട്ടോ. കയറ്റം നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ കയറാം. കൂടുതൽ ഫസ്റ്റ് ഗിയറിൽ തന്നെ മാക്സിമം നമുക്ക് കയറ്റങ്ങൾ കയറാൻ നോക്കാം. സ്ലോ ആവാതിരിക്കാൻ മാക്സിമം നോക്കാം, കാരണം സ്ലോ ആയാൽ നമ്മൾ വീഴും. മാക്സിമം എണീറ്റ് നിന്ന് ഒഴിച്ച് അത്രയും നല്ലതായിട്ട് കയറും. കുഴപ്പമില്ല, ഈസിയായിരുന്നു, കുഴപ്പമില്ല. നമ്മൾ ഇരുന്ന് ഓടിക്കുമ്പോഴാണ് ആ ബുദ്ധിമുട്ട് കേട്ടോ. നിൽക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. കമോൺ, ഈസി 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 കമോൺ ഈസി. Guys, we did it. അങ്ങോട്ടൊന്നും ഒരു തേങ്ങയും കാണാൻ പറ്റുന്നില്ല ഗൈസ്, ഫുൾ ഇരുട്ടാണ്. ഞാൻ ഇതുവരെ ഞങ്ങൾ പോയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ട്രിപ്പ് ഇതാണ് കേട്ടോ, സത്യം. ഞങ്ങൾ കുറേ ട്രിപ്പ് അടിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ട്രിപ്പ് എനിക്ക് വാവ്. എൻ്റെ ആഗ്രഹമാണ് എനിക്ക് അടുത്തൊരു ADV വണ്ടി എടുക്കണമെന്ന്. നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നല്ലൊരു ADV വണ്ടി തന്നെ എടുക്കണം. നമ്മൾ സ്വപ്നങ്ങൾ കാണുക, അത് എന്തായാലും ദൈവം നമുക്ക് നടത്തി തരും കേട്ടോ. കുറച്ചൊക്കെ ലാഗടിപ്പിച്ചാലും ശരി, എന്തായാലും നമുക്ക് അത് നടത്തിയെടുക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവും. അതിന് ക്ഷമ വേണം, കഠിനാധ്വാനം വേണം, ആത്മവിശ്വാസവും വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളെ നേരിടാം, എന്ത് ആഗ്രഹങ്ങൾ വേണമെങ്കിലും നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയും കേട്ടോ. ഈ ഒരു മഴ ഓർത്ത് വെച്ചോ ഗൈസ്. ഈ ആലിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടല്ല, നമ്മൾ ഈ ആലിൻ്റെ അങ്ങോട്ട് വരുമ്പോൾ ആലിൻ്റെ ഇവിടുന്ന് റൈറ്റ് തിരിയാൻ നോക്കുക. ഇങ്ങോട്ട് വരുമ്പോൾ சூடு ஆவி மாகி வந்தாச்சு கைஸ். எப்படி இருக்கு? നൈസല്ലേ, അല്ലേ? കഴിച്ചിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ റൂമിലോട്ട് പോകണം കേട്ടോ. ഇന്നത്തെ ട്രിപ്പ് ഒരു വിഷയം ട്രിപ്പായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ട്രിപ്പായിരുന്നു. ഐ എം സോ ഹാപ്പി. ഞാൻ മാത്രമല്ല, എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ദിസ് ഇസ് മീ സോൾ വണ്ടർ സൈനിങ് ഓഫ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.